ചെവ്വൂർ YMCAയുടെ 44ാം വാർഷിക പൊതുയോഗം ചേർന്നു. YMCA കേരള റീജിയൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ തൃശൂർ സബ് റീജിയനും നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. അതിനപ്പുറം കേരള റീജിയനും ആവശ്യമുണ്ട്. അതിനും അപ്പുറം ഇന്ത്യൻ YMCAയ്ക്ക് പുതിയ അംഗങ്ങളെ ആവശ്യമുണ്ട്. നമ്മൾ കാണുന്ന ഒരു വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഏതാണ്ട് 380 YMCA ഉണ്ട് എങ്കിലും ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള നേതാക്കന്മാരുടെ എണ്ണം വളരെ പരിമിതമാണ്. അപ്പോൾ ഓരോ YMCAയും പുതിയ പുതിയ അംഗങ്ങളെ ചേർത്തുകൊണ്ട് പുതിയ നേതാക്കന്മാരെ കണ്ടെത്തി അവരെ കൈപിടിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഇൻഡക്ഷൻ പരിപാടി നടക്കുകയാണ്. ഏതാണ്ട് 14 പുതിയ മെമ്പർമാരെയാണ് നിങ്ങൾ ഇതിൽ ചേർക്കുന്നത്. അതിലേറെ സന്തോഷമുണ്ട്. ഈ പുതിയ മെമ്പർമാർ അവർ കടന്നു വരുന്നത്, നമുക്കറിയാം, ഓരോ വ്യക്തികളും വ്യത്യസ്തങ്ങളായ ചുറ്റുപാടുകളിൽ നിന്നാണ് കടന്നു വരുന്നത്. വ്യത്യസ്തങ്ങളായ അറിവുകളുമായിട്ടാണ് ഒരു YMCA കടന്നു വരുന്നത്. ഈ അറിവുകളും ചുറ്റുപാടുകളുമാണ് YMCA മുന്നോട്ട് നയിക്കുന്നത്. നാഷണൽ സെക്രട്ടറി NV എൽദോ മുഖ്യാതിഥിയായിരുന്നു. വളരെ പ്രൈം ലൊക്കേഷനുകളിലുള്ള പല പ്രോപ്പർട്ടികളും അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കുറച്ച് പേര് കൂടി ഒരു റിട്ട് ഫയൽ ചെയ്തു ഡൽഹി ഹൈക്കോടതിയിൽ 92 പെറ്റീഷൻ. അതായത് കോടതിയുടെ അനുവാദമില്ലാതെ പ്രോപ്പർട്ടികൾ വിൽക്കാനും ക്രയവിക്രയം ചെയ്യാനും ഈ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് അനുവാദം കൊടുക്കരുത്. അത് നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ്. അതിനുശേഷം ദേശീയ YMCAയിൽ വലിയ ഇലക്ഷൻ നടന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ മുൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിരുന്ന ജസ്റ്റിസ് JB കോശി ഇന്ത്യൻ YMCAയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം കാര്യങ്ങളെല്ലാം നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു. YMCAയുടെ പ്രോപ്പർട്ടികൾ നഷ്ടപ്പെടുന്നതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ചെന്നൈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ ചില പ്രോപ്പർട്ടി, ചില ഗ്രൗണ്ടുകൾ ചില തേർഡ് പാർട്ടിക്ക് ലീസ് ചെയ്യുന്നതൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചു. ചെവ്വൂർ YMCA പ്രസിഡന്റ് ജോബി ജോർജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോസഫ് പുളിക്കൻ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ MO പോൾസൺ വാർഷിക കണക്കും അവതരിപ്പിച്ചു. ലഹരിക്കെതിരെ കൗൺസിലിംഗ് ആവശ്യമായവർക്ക് അത് സൗജന്യമായി ലഭ്യമാക്കുന്നതിനുള്ള സ്ഥിരം സംവിധാനം ചെവ്വൂർ YMCAയിൽ ഉടനെ തന്നെ ഒരുക്കുമെന്ന് ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. 28 പേർക്ക് പുതിയതായി അംഗത്വം നൽകുന്ന ചടങ്ങിന് YMCA കേരള റീജിയണൽ സെക്രട്ടറി ഡേവിഡ് സാമുവൽ നേതൃത്വം നൽകി. നാഷണൽ പ്രസിഡന്റ് NV എൽദോ, YMCA തൃശൂർ സബ് റീജിയണൽ ചെയർമാൻ ജോൺസൺ മാറോക്കി, ചെവ്വൂർ YMCA മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ED ഫ്രാൻസിസ്, റീജിയണൽ ഡെവലപ്മെന്റ് സെക്രട്ടറി അജുൽ വോഗീസ്, EP ജോസഫ് മാസ്റ്റർ, YMCA ജോയിന്റ് സെക്രട്ടറി ജോസ് ആൻഡോ മാസ്റ്റർ, വനിതാ ഫോറം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ടീന ജോബി, ജസ്മരിയ ആൻഡോ എന്നിവർ സംസാരിച്ചു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ അനുശോചന പ്രമേയം വനിതാ ഫോറം കൺവീനർ ലീന ആൻഡോയും, ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തെ അപലപിക്കുന്ന പ്രമേയം മുൻ സെക്രട്ടറി EP ജോസഫ് മാസ്റ്ററും അവതരിപ്പിച്ചു.